ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ തീറ്റക്ക് പ്രാവിനൊക്കെ ഇറക്കി കഴിഞ്ഞാല് എല്ലാവരോടും മാറി നിൽക്കും. പക്ഷെ നമ്മളുടെ ഒരു പ്രത്യേക കണക്കാട്ടാ. നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കാണിച്ചിരുന്നു NRPFന്റെ പ്ലെയിനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മെയിലാണ്. ഇതിന്റെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളിതിന്റെ സെറ്റ് കയറ്റാൻ പറ്റിയ ഫീമെയിലിനെ വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പ്രാവുകളെ കണ്ട് കൊത്തി അടിക്കും. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ തീറ്റൊക്കെ ആയിട്ട് വരുന്ന പ്രാവുകളാണ്. നമ്മൾ തീറ്റ ഒന്നും കാണിക്കില്ല, തീറ്റക്ക് അപ്പുറത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ തീറ്റയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മറ്റുള്ള പ്രാവ് നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചാലും അതിനൊക്കെ കൊത്തി ആട്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വന്നു. അതിപ്പോ ഒരു പ്രാവിനെ നമ്മളെ കയ്യിൽ വെച്ച് കൊടുക്കണമെങ്കിൽ കയറി ചവറടിക്കാൻ വേണ്ടി നിൽക്കും. അല്ല, ഒരു പ്രത്യേക ഇണക്കെന്ന് പറയാന് അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെയിലും അയക്കുന്ന സാധനം. മുമ്പ് എനിക്ക് ഇതേ ലൈനിൽ തന്നെ നമുക്കൊരു ഫീമെയിലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക. പിന്നെ വീഡിയോക്കുള്ള കമന്റും ലൈക്ക് അടിക്കുക. നമ്മൾ കുറച്ച് മുന്നേ നമ്മളെ ചാനലിൽ ഇട്ടതാണ് ഒരു സബ്ജയിൽ ഇറങ്ങിയ ഫീമെയിൽ കരിങ്കണ്ണിൽ. അപ്പൊ നമ്മള് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതായിരുന്നു. റേറ്റിന്റെ പ്രശ്നം കൊണ്ട് സാധനം ചെയ്യാണ്ടെന്ന്. അപ്പൊ നമ്മള് സബ്സ്ക്രൈബർ വന്നിട്ട് എന്ത് ചെയ്ത് കോഴിക്കോട് വന്നിരുന്നു. അപ്പൊ ഈ ഒരു മെയിലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിനെ കൂടിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ NRPFന്റെ ലൈനിലുള്ള ഒരു വേർഡാണ്. അപ്പൊ അതൊക്കെ നമ്മളെ കോഴിക്കോടുള്ളൊരു സബ്സ്ക്രൈബർ വീട്ടിൽ വന്നിരുന്നു ഡയറക്റ്റ്. അങ്ങനെ ആളെന്ത് ചെയ്ത് 3 പ്രാവുകളെ തൂക്കി. അതിപ്പോ അവന്റെ വീട്ടിലത്തെ ആ സുഹൃത്തിന്റെ കൂടുകളാട്ടാ. ആ ഒരു മെയിലാണ് എടുക്കുന്നത്. അതിന്റെ പുറത്ത് ഒരു സബ്ജ കരിങ്കണ്ണിലുണ്ട്. ഇത് നമ്മളെ ഫീമെയിലാണ്. അതേപോലെ മെയില് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ല. അപ്പൊ നമ്മളെ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് ആൾ എടുത്തപ്പോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല, നമ്മൾ കൊടുത്ത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് കണ്ട ഒരു സബ്ജാണ്, അത് കരിങ്കണ്ണിലാണ്. അപ്പൊ ഈ 3 പ്രാവ് ഇപ്പൊ നമ്മളെ കോഴിക്കോടുള്ള സുഹൃത്തിന്റെ ഉണ്ട്. ഉഷാറായിട്ട് വലിയ കൂട്ടിലാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക.